ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളിതാ കണ്ടില്ലേ, നമ്മളെ വില്ലയുടെ പുറത്തിറങ്ങിയുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടില്ലേ, നമ്മളെ വെള്ളപ്പന്തൽ, വെള്ളക്കൊട്ടാരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഇന്നാണ് ആ ദിവസം കേട്ടോ, ഏപ്രിൽ 19. ഇന്ന് ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ചെറിയ സംഭവമല്ല, വലിയൊരു സംഭവം തന്നെയാണ്. ഇന്ന് ഇവിടെ 25 കുട്ടികളുടെ ഒരു സമൂഹ വിവാഹം നടക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ ഒരുപാട് പ്രമുഖർ വരുന്ന ദിവസമാണ്. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ചെമ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. 50 ചെമ്പിലാണ് വെക്കുന്നത്. 10,000 പേർക്കുള്ള ഫുഡാണ് ഇവർ റെഡിയാക്കുന്നത്. ഇന്നത്തെ ഫുഡിൻ്റെ സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ മട്ടൻ ദം ബിരിയാണി കേട്ടോ. മട്ടൻ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടാവും, ചിക്കൻ ചില്ലി ഐറ്റംസ് അങ്ങനെ. കോരനൊക്കെ ഉണ്ട്. ഞാനത് പിന്നെ വർക്കറ്റ് പോയിട്ട് ഇവരുടെ വെപ്പൊന്നും രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ വെപ്പും കാര്യങ്ങളും. പെരുമാറ്റം നല്ല പെരുമാറ്റമാണ്. അവർ ഇന്നലെ 12 മണിക്ക് ദമ്മിടും അപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു, പക്ഷെ അതിന് വരാൻ പറ്റിയില്ല. ഇത് നമ്മൾ ഉറങ്ങിപ്പോയി. എന്തായാലും അവിടെ സംഭവം ഉഷാറായിട്ട് ദമ്മും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. ഇത് കണ്ടോ, ഈ ചെമ്പെല്ലാം കണ്ടില്ല, ഈ ചെമ്പെല്ലാം ദം 50 ചെമ്പാണ് ഇവിടെ കേട്ടോ. 50 ചെമ്പും 20 പണ്ടാരിമാരും. ഇത് അവിടുത്തെ സലാഡിനുള്ള ഐറ്റംസ് സെറ്റ് ചെയ്യണവർ. അങ്ങനെ നമ്മളെ എന്തായാലും പറയാം, പൈനാപ്പിൾ, ഇത് ഉള്ളി സെറ്റ് ചെയ്യണൊരു സംഭവമാണ്. ഉള്ളി ഇങ്ങനെ പണ്ടത്തെ മാതിരി അരിയൊന്നുമല്ല, പൊക്കം മെഷീനറി ആണല്ലോ. അങ്ങനെ ഇതൊന്നല്ല കേട്ടോ ഇവിടുത്തെ കാഴ്ച. ഇവിടെ ഒരു പന്തൽ കയറിയിട്ടുണ്ട്. ആ പന്തലിൻ്റെ അകത്തെ കാഴ്ചകളാണ് മെയിൻ കാഴ്ച. അപ്പോൾ നമുക്ക് ഫുഡ് ഒരു വഴിക്ക് നടക്കട്ടെ, നമുക്ക് പന്തൽ കാണാൻ പോവാം അല്ലേ. ഇവിടെ ആദ്യം ഒരു ഒഴിഞ്ഞ പാടമായിരുന്നു കേട്ടോ. ആ പാടത്താണ് ഇത്രയും വലിയൊരു പന്തൽ കയറിയിരിക്കുന്നത്. 1 മാസത്തോളമായി ഇവർ ഇതിൻ്റെ പുറകിലാണ്. അത് മുന്നേയുള്ള നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പന്തലിൻ്റെ അകത്ത് കയറട്ടോ. അകത്ത് കയറുമ്പോൾ തന്നെയുള്ള കാഴ്ച ഇതാണ്, കണ്ടില്ലേ. ഒരു രക്ഷയില്ല. അതൊക്കെ അവിടെ കെട്ടിപ്പൊക്കിയതാട്ടോ. സിനിമയ്ക്ക് സെറ്റിടാന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ അത് സെറ്റിട്ടാണ് ഇവർ കംപ്ലീറ്റ്. ശരിക്കും അതിനകത്ത് ആ കാഴ്ചകളെ കാണുമ്പോൾ ഇതാണ് മെയിൻ സ്റ്റേജ് വരുന്നത്. ഇവിടെയാണ് 25 കുട്ടികളുടെ നിക്കാഹ് നടക്കുന്ന ഒരു ഏരിയ. അത്രയും ഒരു 1200 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു മെയിൻ സ്റ്റേജാണ് ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റേജൊന്നും രക്ഷയില്ല കേട്ടോ. ഇവിടെയാണ് നിക്കാഹ് നടക്കുന്ന ഒരു സ്ഥലം. ഒരു കിടിലൻ സ്റ്റേജ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും വലിയൊരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അറക്കൽ ഫാമിലിയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അറക്കൽ അഷ്റഫ് ഖാൻ്റെ മകൻ ഫൈസൽ എന്നവരുടെ നിക്കാഹം ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് 25 പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹം ഇന്നിവിടെ നടക്കുന്നത്. അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേജിൻ്റെ പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ പോവുക ഫുഡ് കഴിക്കുന്ന സെക്ഷനിലേക്ക് കേട്ടോ. എല്ലാം ഫുൾ സെറ്റാണ്. ഇനി ആൾക്കാർ വരികയേ വേണ്ടുള്ളൂ. ഫുൾ സെറ്റാണ്, എല്ലാ ഭാഗവും ഫുൾ സെറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റേജിൻ്റെ 2 സൈഡും ഇതുപോലെ ഫുഡ് കഴിക്കാനുള്ള സെക്ഷനാണ്. ഒരു വിഭാഗം ആണുങ്ങൾക്കാണെച്ചെങ്കിൽ ഒരു സെക്ഷൻ പെണ്ണുങ്ങൾക്ക്, അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു സൈഡ് കണ്ടില്ലേ, അങ്ങനെയാണ് വരിക. അതിൻ്റെ ബാക്ക് കൈ കഴുകേണ്ട സ്ഥലമാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ അകത്ത് വന്ന് മറു സൈഡിലേക്ക് പോവുകയാണ്. അവിടെയും ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ്. അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരു ബൊഫേ ലെവലിലേക്കാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ആഘോഷം കേട്ടോ. ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ആഘോഷമാണ്. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. കാരണം സ്വത്ത് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ചിലവഴിക്കാനുള്ളൊരു മനസ്സും കൂടി നമുക്ക് വേണം. അത് അറക്കൽ ഫാമിലിക്കുണ്ട് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത്.
അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടമായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോ മറക്കാണ്ട് കാണുക. ഓക്കെ, അസ്സലാമു അലൈക്കും.